പക്ഷേ പത്മകുമാർ അന്ന് പറഞ്ഞത് ദൈവതുല്യമായി ഞാൻ കരുതിയ ചിലർ എന്നെ ചതിക്കുകയാണെങ്കിൽ ഞാനെല്ലാം തുറന്നു പറയും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അന്ന് പത്രക്കാരോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ ദൈവതുല്യർ ആര്? അപ്പോൾ അത് പത്മകുമാറിൻ്റെ മുകളിലാണല്ലോ ദൈവതുല്യർ. അത് കടകംപള്ളി സുരേന്ദ്രനിലാണോ ആ ദൈവം, അതോ അതിൻ്റെ മുകളിലാണോ ആ ദൈവം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ UDF ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഉന്നമിക്കുന്നത് AKG സെൻറ്ററിലെ പ്രമുഖരെയും മന്ത്രിസഭയിലെ പ്രമുഖരെയും മുഖ്യമന്ത്രിയെയുമാണെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് കൂടുതൽ കടുപ്പിക്കാനാണ് UDF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ രീതിയിൽ പോകുമോ എന്നുള്ളത് ഭരണം കയ്യിലിരിക്കുന്ന CPM-ന് യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്നും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോകാൻ സർക്കാർ അനുവദിക്കുമോ? ഒരു കാരണവശാലും പ്രതിരോധിക്കുമല്ലോ. പ്രതിരോധിക്കും. അതിന് ഏതെങ്കിലുമൊക്കെ തടയിടാൻ പറ്റുന്ന തടയിടും. ഇപ്പോൾ പത്മകുമാർ തന്നെ 2 പ്രാവശ്യം SIT വിളിച്ചിട്ടും പോയില്ല. കല്യാണം, മരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനു മുമ്പേ ചെന്ന് ഹാജരാകണമെന്നുള്ള അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഇന്ന് ചിലപ്പോൾ ഹാജരായേക്കുമെന്ന് പറയുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.